എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 25ഉം 26ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും രണ്ടാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കവി. നമുക്ക് ആദ്യം 25ാമത്തെ ശ്ലോകം ചൊല്ലാം. തതസ്സദാചാരവതാം ജനാനാം പ്രമാണഭൂതഃ പുരുഷഃ പുരാണ ദ്വിജത്വമാപാദയദഗ്രജസ്യ പുരോധസാ പൂർവമഥാത്മനശ്ച. ശ്ലോകത്തിൽ 2 തവണയും, അതായത് ആദ്യം ദ്വിജത്വമാപാദയദഗ്രജസ്യ എന്ന അഗ്രജൻ്റെ ഒരു വാക്ക് ഉപയോഗിച്ചു. അതിനുശേഷം വരിയുടെ അവസാനം പൂർവമഥ അഗ്രജസ്യ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ അവരവർക്ക് ഒരു ഉപനയനം ഉണ്ടായതായിട്ട് ഇവിടെ പറയണില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ വാക്ക് ആത്മനശ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അന്വയം നോക്കുമ്പോൾ അതിലില്ലാത്തതായിട്ടുള്ള വാക്ക് ആത്മന എന്നുള്ളതാണ്. അത് കൂട്ടിച്ചേർത്താണ് ഞാൻ ചൊല്ലിയിരിക്കുന്നത്. നമുക്കാദ്യം പദച്ഛേദം പറയാം. തത സദാചാരവതാം ജനാനാം പ്രമാണഭൂത പുരുഷ പുരാണ ദ്വിജത്വം ആപാദയത് അഗ്രജസ്യ പുരോധസാ പൂർവം അഥ ആത്മന ച. എന്താണ്ടായത്? അതായത് ഇപ്പോൾ എല്ലാവരും വന്നു കണ്ടു, രാജ്യത്ത് സമാധാനമൊക്കെ ഉണ്ടാക്കി, എല്ലാവർക്കും വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള പുറപ്പാട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തത എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ശേഷം, ഇപ്പോൾ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ശേഷം സദാചാരവതാം ജനാനാം പ്രമാണഭൂത പുരാണ പുരുഷ. പുരാണപുരുഷൻ, പുരാതനനായിട്ടുള്ള എന്നാൽ ആധുനികനുമായിട്ടുള്ള ആ പുരുഷനുണ്ടല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എങ്ങനെയുള്ള ആളാണ്? സദാചാരവതാം ജനാനാം പ്രമാണഭൂത. സദാചാരം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ആചാരത്തിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. സജ്ജനങ്ങൾ അനുഷ്ഠിച്ചു വരുന്നതായിട്ടുള്ള ആചാരങ്ങൾ, അതാണ് സദാചാരങ്ങൾ. ആ സദാചാരങ്ങളുള്ളവരായ, അതാണ് സദാചാരവതാം, സദാചാരങ്ങൾ നന്നായി ചെയ്യുന്നവരായിട്ടുള്ള ജനാനാം, ജനങ്ങൾക്ക് മുഴുവനും തന്നെ പ്രമാണഭൂത പുരാണ പുരുഷ, പ്രമാണഭൂതനായിട്ടുള്ള, എല്ലാവർക്കും ബഹുമാന്യനായിട്ടുള്ള ആ പുരാണ പുരുഷൻ ശ്രീകൃഷ്ണൻ. പുരോധസാ പൂർവം. പുരോധസ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്നാണ് അർത്ഥം. പുരോഹിതനാൽ ആദ്യം തന്നെ, അതായത് ആദ്യം ആരെയാണ് ഉപനയിച്ചത് എന്നാണ് പറയണത്? ഏട്ടനെ തന്നെയാണ്, അതായത് ബലരാമനെ തന്നെയാണ്. അതാണ് ഇവിടെ പറയാൻ പോണത്. ജനങ്ങൾക്കൊക്കെ പ്രമാണഭൂതനായിട്ടുള്ള, ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്രയിക്കാവുന്നവനായിട്ടുള്ള ആ ആൾ എന്താണോ ചെയ്തത് അതിനെ അനുകരിക്കുകയാണ് പലരും ചെയ്യുക. അതന്വേഷിച്ചിട്ടാണ് മറ്റുള്ളവരൊക്കെ പലതും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പ്രമാണമായി തീർന്നു, എല്ലാവരുടെയും പ്രമാണമായി തീർന്നു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്താ ചെയ്തത്? പ്രമാണഭൂതനായിട്ടുള്ള, പുരാതനനായിട്ടുള്ള എന്നാൽ ആധുനികനുമായിട്ടുള്ള ആ പുരുഷൻ, അതായത് ശ്രീകൃഷ്ണൻ. പൂർവം അഗ്രജസ്യ പുരോധസ, പുരോഹിതനാൽ. പുരോധസ എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. പുരോധസ തൃതീയ ഏകവചനം, പുരോഹിതനാൽ. പൂർവം ആദ്യം തന്നെ, അഗ്രജസ്യ ഏട്ടൻ്റെ, ബലരാമേട്ടൻ്റെ. അപ്പോൾ ആദ്യം അവരവരങ്ങോട്ട് ഉപനയിക്കുക, അവിടെ നിന്ന് പോരല്ല ഉണ്ടായത്. ഉപനയനത്തിന് വേണ്ടിയിട്ട് ആദ്യം ഏട്ടനെ തന്നെ തിരഞ്ഞെടുത്തു. ഏട്ടൻ്റെ ഉപനയനത്തിന് ശേഷമേ അനിയൻ ഉപനയിക്കാറുള്ളൂ. അതുകൊണ്ട് ആദ്യം ബലരാമനെ തന്നെ. പൂർവം അഗ്രജസ്യ, ആദ്യം ബലരാമൻ്റെയും, അഥ ആത്മനശ്ച, അതിനുശേഷം തൻ്റെ തന്നെയും, ദ്വിജത്വം ആപാദയത്, തനിക്കും എന്ത് നേടിയെടുത്തു? ദ്വിജത്വം. ദ്വിജത്വം എന്ന് പറഞ്ഞാൽ 2 തവണ ജനിക്കുക എന്ന അവസ്ഥ. 2 തവണ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് പറയുക, ലക്ഷണാപ്രയോഗമാണ്. ഒരു തവണ ഇനിയേ മനുഷ്യൻ ജനിക്കുള്ളൂ, അതിനുശേഷം ഒരു തവണ ഇനിയേ മരിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ദ്വിജത്വം വരണതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുട്ടിയായിട്ടൊരു ജനനവും അതിനുശേഷം ഉപനയനം കഴിഞ്ഞാൽ വിദ്യയ്ക്ക് പാത്രീഭവിച്ചിട്ടുള്ള മറ്റൊരു ജന്മമാണ്. അതുകൊണ്ട് ആ ജന്മം കൂടിയെടുത്തവരെ ദ്വിജന്മാരെന്നാണ് പറയുക, ബ്രാഹ്മണർ എന്നാണ് പറയുക. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഉപനയനമുണ്ട്. അവർക്ക് വേദങ്ങൾ പഠിക്കാം എന്നാണ് പറയണത്. അപ്പോൾ
ഭഗവാൻ ക്ഷത്രിയ കുലത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിലും ദ്വിജത്വമുണ്ട്. 2 തവണ, അതായത് ഒരു സാധാരണ ജന്മവും പഠനത്തിനുള്ള മറ്റൊരു ജന്മവും. ആ ജന്മം ഉണ്ടാകുന്നത് ഉപനയനത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അഗ്രജസ്യ അഥ ആത്മനശ്ച ദ്വിജത്വം ആപാതയത്, തനിക്ക് തന്നെയും അതിനു മുമ്പ് ഏട്ടനും ഉള്ളതായ ദ്വിജത്വം, ബ്രാഹ്മണനാവുക എന്നുള്ള ആ അവസ്ഥയിലേക്ക് പോയി, അത് പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും പൂണൂലിടലങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഉപനയിക്കുക എന്ന് പറഞ്ഞാൽ സമീപം കൊണ്ടുപോവുക എന്നാണ്. എന്തിൻ്റെ സമീപത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണെങ്കിൽ വേദങ്ങളുടെ സമീപത്തേക്കാണ്. അപ്പോഴാണ് പൂണൂലിടുക. ആ പൂണൂലിൻ്റെ അർത്ഥവും ഇതാണ്. ഇനി ഈ അംഗങ്ങൾ അതുപോലെ തന്നെ വേദങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നവനും അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരുമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തിട്ടുള്ളതായൊരു ചടങ്ങ് തന്നെയാണ് യജ്ഞോപവീത ധരണം. അതാണ് ഇവിടെ പറയണത്. ഉപനയനം അതോടുകൂടി നടത്തി. 2 പേർക്കും, ആദ്യം ഏട്ടന് നടത്തി, ബലരാമന് നടത്തി, അതിനുശേഷം ശ്രീകൃഷ്ണനും ഉപനയനം നടത്തി എന്നർത്ഥം. അതിനുശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളത് വർണ്ണിക്കുകയാണ്. 26-ാമത്തെ ശ്ലോകം നോക്കൂ. ഗുരോരഭീപ്സൻ സകുലേ നിവാസഭൂമിർനിഖിലാഗമാനാം രഥം സമാരുഹ്യ സസീരവാണി സാന്ദീപനേ സദ്മ ജഗാമകാശ്യാം. ആദ്യം പദച്ഛേദം പറയാം. ഗുരോഹ അഭീപ്സൻ സ കുലേ നിവാസം നിവാസഭൂമി നിഖിലാഗമാനാം രഥം സമാരുഹ്യ സസീരവാണി സാന്ദീപനേ സദ്മ ജഗാമ കാശ്യാം. ഉപനയനം കഴിഞ്ഞു, പൂണൂൽ ധരിച്ചു, ഇനി വിദ്യ അഭ്യസിക്കണം. അപ്പോൾ ഏതൊരു ഗുരുവിൻ്റെ അടുത്തേക്ക്, ഏതൊരു മുനിയാണ് തങ്ങളെ പഠിപ്പിക്കാൻ അർഹതയുള്ള ആൾ, ഏതൊരാളുടെ അടുത്താണ് പോയി പഠിക്കാവുന്നത് എന്നാലോചിച്ചപ്പോഴാണ് കാശി മഹാനഗരത്തിൽ തനിക്ക് പറ്റിയൊരു ഗുരുവുണ്ട് എന്നുള്ളത് ശ്രീകൃഷ്ണന് മനസ്സിലായത്. ആ ഗുരുവാണ് സാന്ദീപനി മുനി. ആ സാന്ദീപനിയുടെ അടുത്തേക്ക് പോണതായിട്ടാണ് ഇവിടെ കവി പറയണത്. അപ്പോൾ ആദ്യം തന്നെ പറയാണ് നിഖില ആഗമാനാം നിവാസഭൂമി സ, അങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. ഭഗവാനെ സുകുമാരകവി വിശേഷിപ്പിക്കുകയാണ് നിഖില ആഗമാനാം നിവാസഭൂമി സ. നിഖില ആഗമങ്ങളുടെയും വേദങ്ങൾ, വേദാന്തങ്ങൾ, അല്ലെങ്കിൽ വേദ അംഗങ്ങൾ, വേദത്തിൻ്റെ പല പല ഭാഗങ്ങളായിട്ടുള്ള ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ ആരണ്യകങ്ങൾ തുടങ്ങിയിട്ടുള്ളത്, സംഹിത, അത് സംഹിത എന്ന് പറഞ്ഞാൽ ഈ വേദം ചൊല്ലുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഇത് മുഴുവനും തന്നെ അരച്ച് കലക്കി കുടിച്ചതുപോലെ ശ്രീകൃഷ്ണനെ അറിയാം. അതാണ് ഇവിടെ പറയണത്. നിഖില ആഗമാനാം നിവാസഭൂമി, എല്ലാ ആഗമങ്ങളുടെയും വേദപ്രാധാന്യമുള്ളതായ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആവാസഭൂമിയല്ലേ ഭഗവാൻ. ആ അറിവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയല്ലേ. അതാണ് ആവാസഭൂമി സ. അങ്ങനെയുള്ള അങ്ങ് പിന്നെ എന്തിനാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് പോണത് എന്നുള്ള ചോദ്യം വരാം. ഗുരോഹ കുലേ നിവാസം അഭീപ്സൻ. ഇനി കുറച്ചു കാലം ഗുരുവിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട്, ഗുരുകുലത്തിൽ പോയി നിന്നുകൊണ്ട് വല്ലതും പഠിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, പരബോധ്യത്തിന് വേണ്ടിയിട്ട് താനും പോയിരുന്നു ഒരു ഗുരുവിൻ്റെ അടുത്ത്, പലതും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ആരുടെ അടുത്തും അതൊന്നും ചോദിച്ച്, ആരുടെ അടുത്ത് നിന്നും അതൊന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ നാട്ടുകാരുടെ ബോധ്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് പോണത്? ഗുരോ കുലേ നിവാസം അഭീപ്സൻ. ഗുരുകുലത്തിൽ പോയിട്ട് കുറച്ച് ദിവസം താമസിച്ചേക്കാം, അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പഠിക്കാം എന്ന് കരുതിയിട്ട് ഗുരോ കുലേ നിവാസം അഭീപ്സൻ സീരപാണി. ആ സീരപാണിയോടൊപ്പം, ആരാ സീരപാണി? ബലരാമനെ പറയണ പേരാണ് സീരപാണി എന്ന്. സീരം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. കലപ്പയും മൂലക്കയും ഒക്കെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ബലരാമൻ. അതുകൊണ്ടാണ് സീരപാണി എന്ന് പറയണത്. അപ്പോൾ സീരപാണിയോടൊപ്പം, ഒറ്റയ്ക്കല്ല പോയത്, പഠിക്കാനൊക്കെ കൂടെ ബലരാമനുണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, അവർ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉപനയിച്ചതും ഒപ്പമാണ്, പഠിക്കാൻ വിടുന്നതും ഒപ്പം തന്നെയാണ്. അങ്ങനെ സീരപാണിയോടൊപ്പം രഥം സമാരുഹ്യ, ആ മധുരാപുരിയിൽ നിന്നും ഒരു രഥത്തിൽ കയറിയിട്ട് കാശ്യാം സന്ദീപനേഹ സദ്മ ജഗാമ, കാശിയിൽ
സാന്ദീപനേഹെ, സന്ദീപനിയല്ല സാന്ദീപനി, സാന്ദീപനി എന്നു പേരുള്ള ഗുരുവിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു എന്നർത്ഥം. ഈ ഗുരുകുലം എവിടെയായിരുന്നു? കാശിയിലായിരുന്നു ഗുരുകുലം. അതായത് സാന്ദീപനിയുടെ ഗൃഹം എന്ന് പറയുന്നത് മഹാനഗരമായിട്ടുള്ള കാശിയിലാണ്. കാശിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാശി എന്നുള്ളത് മഹാനഗരമാണ്. എത്രയോ പൗരാണികതയുള്ളൊരു നഗരമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏത് കാലത്തെ ചരിത്രത്തിലും കാശി ഇവിടെയുണ്ട്. അതുകൊണ്ട് കാശി നഗരം, വാരാണസി എന്നൊക്കെ പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ ഒരു ദൈവികത, ഒരു ദിവ്യമായിട്ടുള്ളൊരു ദേശമാണ് കാശി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ആൾക്കാർ പോവാറുള്ളത്, ഇപ്പോഴും പോണത്. പഠിക്കാനായാലും കാശി വിശ്വേശ്വര ദർശനത്തിനായാലും അവിടെ പോയിട്ട് മരിക്കാൻ വേണ്ടി പോലും അങ്ങോട്ട് പോകാറുണ്ട്. അത്രയ്ക്ക് പുരാതനമായിട്ടുള്ള നഗരമായിട്ടാണ് കാശിയെ കണക്കാക്കുന്നത്. ആ കാശിയിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ഭഗവാൻ പോവുകയാണ്. കാശിയിൽ താമസിക്കുന്നവനായിട്ടുള്ള സാന്ദീപനിയുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ ചെന്നു എന്നാണ് ഇവിടെ പറയണത്. അതാണ് സസീരപാണി രഥം സമാരുഹ്യ, ഒരു രഥത്തിലേറിയിട്ട് കാശിയിലേക്ക് പോയി സാന്ദീപനേഹെ സദ്മ ജഗാമ, സാന്ദീപനിയുടെ ഗൃഹത്തിൽ ചെന്നെത്തി എന്നർത്ഥം. സാന്ദീപനിയാണ് വളരെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണനെയും ബലരാമനെയും പഠിപ്പിച്ചു വിടുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. എല്ലാ വിദ്യാഭ്യാസവും സ്വയം ഉണ്ടായി തെളിഞ്ഞു വന്നിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ. വെറുതെ ഒന്ന് പൊടി മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടെ താമസിപ്പിച്ച് ചെറുതായിട്ട് വഴി കാണിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടി വന്നുള്ളൂ. അതുതന്നെയേ ഇവിടെയും പറയുള്ളൂ. വളരെ തുച്ഛമായിട്ടുള്ള രാപ്പകലുകളെ കൊണ്ട് ശ്രീകൃഷ്ണൻ എല്ലാ വിദ്യാഭ്യാസവും നേടിയെടുത്തു എന്ന് മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നുണ്ട്. നാരായണീയത്തിൽ ഗത്വാ സാന്ദീപനിമഥ ചതുഷ്ഷഷ്ടി മാത്രൈരഹോഭി, ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 64 ദിവസം, 2 മാസമേ പിടിച്ചുള്ളൂ. അത്രയും ദിവസങ്ങളെ കൊണ്ട് ഈ ഒരു കുട്ടി ഉപനയിച്ചിട്ട് ഏതാണ്ട് 10-12 വർഷങ്ങളെ കൊണ്ട് പഠിക്കേണ്ടത് മുഴുവനും തന്നെ ഭഗവാൻ പഠിച്ചെടുത്തു, ഭഗവാനും ബലരാമനും പഠിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കാശിയിലേക്ക് ചെന്നു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതസ്സദാചാരവതാം ജനാനാം പ്രമാണഭൂതഃ പുരുഷഃ പുരാണ ദ്വിജത്വമാപാദയദഗ്രജസ്യ പുരോധസാ പൂർവമഥാത്മനശ്ച ഗുരോരഭീപ്സൻ സകുലേ നിവാസഭൂമിർനിഖിലാഗമാനാം രഥം സമാരുഹ്യ സസീരപാണി സാന്ദീപനേ സദ്മ ജഗാമകാശ്യാം. സാന്ദീപനിയുമായിട്ടുള്ള സമാഗമങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.